തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. തന്റെ അമ്മയെ കരുവാക്കി എല്ലാവരും കൂടി കളിച്ച ഒരു നാടകമാണ് ഇതെന്നും ഇപ്പൊ എനിക്ക് സംശയമുണ്ട് അന്ന് നടന്ന കാർ ആക്സിഡന്റും അതിന് പിന്നിലും ഇവര് തന്നെയാണോ എന്നുള്ള കാര്യവും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ മഹിയോട്. അന്ന് മേഘന് പകരം ഞാനായിരുന്നു ആ കാറിൽ ഉണ്ടായിരുന്നതെങ്കിൽ എനിക്ക് അപകടം സംഭവിക്കുകയോ അല്ലെങ്കിൽ പരിക്ക് പറ്റി ആസ്പത്രിയിലാവുകയോ ചെയ്യുമായിരുന്നു. അന്ന് ഞാൻ തന്നെ പോലെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയാണ് ചെയ്തത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരും ഇവര് തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്ന് കണ്ണൻ വീണ്ടും പറയുന്നുണ്ട് മഹിയോട്. ഇത് കേൾക്കുന്ന മഹി എനിക്കും അങ്ങനെ ഒരു സംശയമുണ്ട്. ഈ പറയുന്ന രണ്ടാനമ്മയും അമ്മാവനും മേഘേട്ടനും ഒക്കെ നല്ലവരായിരുന്നെങ്കിൽ ഇതിനകം തന്നെ കണ്ണേട്ടൻ എഴുന്നേറ്റ് നടന്നേനെ. മരുന്ന് പോലും മാറ്റിവെച്ച് കണ്ണേട്ടനെ പ്രതിസന്ധിയിലാക്കിയത് അവിടെയുള്ളവർ തന്നെയാണ്. അതുകൊണ്ടാ കണ്ണേട്ടൻ ഞാൻ പറഞ്ഞത് വീട്ടിലെ ചികിത്സ ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല കഴിക്കുന്ന മരുന്നുകളെല്ലാം തിരിച്ചടിക്കുകയും ചെയ്യും. കണ്ണേട്ടന്റെ വീട്ടുകാർ കൊന്നില്ല, പക്ഷെ കൊല്ലാതെ കൊന്നു എന്നും മഹി കൂട്ടിച്ചേർക്കുകയാണ്. തുടർന്ന് നമുക്ക് ഉടനെ തന്നെ അവിടെ എത്തണമെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ മഹിയോട്. പിന്നീട് കാണിക്കുന്നത് ലേഖയാണെങ്കിൽ കണ്ണനും മഹിക്കും കഴിക്കാനുള്ള ഫുഡ് എടുത്തു വെക്കുകയാണ്. ഇതേ സമയം മഹി വന്നിട്ട് കഴിക്കാനൊന്നും വേണ്ട, ഞങ്ങള് ഉടനെ ഇറങ്ങുകയാണെന്ന് പറയുമ്പോ കണ്ണേട്ടനും മഹിയും വളരെയധികം സൂക്ഷിക്കണം. അവിടെ നിന്ന് മാറി നിന്നാലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ അവിടെയുള്ള വിഷവിത്തുക്കളെയൊക്കെ അടിച്ചു കളയാൻ കണ്ണേട്ടനോട് പറയാനും ലേഖ പറയുന്നുണ്ട് മഹിയോട്. അല്ലെങ്കിൽ അവർക്ക് വേറൊരു വീട് എടുത്തു കൊടുക്കണം. എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ഇനി അവരോടൊപ്പം താമസിക്കുന്നത് എന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ ലേഖ. നിങ്ങളിൽ ഒരാളെ ഇല്ലാതാക്കിയിട്ട് സമ്പത്ത് മുഴുവൻ അടിച്ചെടുക്കാനാണ് അവരുടെ പദ്ധതി എന്നും ലേഖ കൂട്ടിച്ചേർക്കുകയാണ്. ഇപ്പൊ ശത്രുക്കളായിട്ട് കണ്ണേട്ടന്റെ ബന്ധുക്കൾ മാത്രമല്ല മഹിയുടെ അച്ഛനും അവളുടെ അനിയത്തിയും എല്ലാവരും ഉണ്ടെന്നും ലേഖ പറയുന്നുണ്ട് കേട്ടോ. വലിയൊരു അസുരപ്പടയുടെ മുന്നിലാണ് നിങ്ങൾ, അവിടെ നിങ്ങളെ സ്നേഹിക്കാനോ മനസ്സിലാക്കാനോ ആരും ഇല്ല എന്നെല്ലാം ലേഖ പറയുന്നത് കേട്ട് അതിന്റെ കൂടെയാണ് മേഘനാഥിനെ മഞ്ജു കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന് മഹി പറയുന്നത് കേട്ട് അതിനവൾക്ക് നല്ലത് കിട്ടിക്കോളൂ എന്ന് പറയുന്നുണ്ട് ലേഖ. കല്യാണം കഴിഞ്ഞാലും അവന്റെ സ്വഭാവത്തിന് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. അത് കഴിഞ്ഞ് കണ്ണേ കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്ന അവനെ ഭാര്യ തന്നെ പിടിച്ചോളും. അതിനുശേഷം മഹിയുടെ വാക്കുകൾക്ക് വിലയുണ്ടായിരുന്നു എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാകുമെന്നും ലേഖ പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് മഹി പറയുന്നുണ്ട്, എന്നെ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം കരുണയെ സ്നേഹിക്കുന്നത് പോലെ അച്ഛനും മുത്തശ്ശിയും ഒക്കെ എന്നെ സ്നേഹിച്ചപ്പോൾ എല്ലാം പിടിച്ചടക്കിയ പോലെ ഒരു സന്തോഷമായിരുന്നു എനിക്ക്. ഞാൻ കല്യാണം കഴിഞ്ഞ് പോകുന്നത് വരെ അവർക്ക് ഒപ്പം ഇരുത്തി എനിക്കൊരു പിടി ആഹാരം പോലും തന്നിട്ടില്ല. ഓണത്തിനോ വിഷുവിനോ പോലും അതുണ്ടായിട്ടില്ല എന്നും എന്റെ പിറന്നാള് വന്നു കഴിഞ്ഞാൽ അമ്പലത്തിൽ ഒരു പായസം കഴിക്കും, അല്ലാതെ സദ്യ ഒന്നും ഉണ്ടാക്കാറില്ല എന്നും അതിലൊരു പരാതിയും ഇല്ലാതെയാണ് ഞാൻ ഇതുവരെ ജീവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മനസ്സിലെ സങ്കടങ്ങൾ മുഴുവൻ ലേഖയോട് തുറന്നു പറയുന്ന മഹിയെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്